വലിയ കാര്യമാണ്. അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഫോണിൽ നിന്ന് ഞോണ്ടലാണ്. ഇവൻ ഈ പറയുന്ന ഞാനും അങ്ങനെ തന്നെ ആവാം, ഒരിക്കലല്ല ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞു മക്കളെ, നമ്മുടെ അനിയത്തിമാരെ, അനിയ ബുക്സ്, ഇതുപോലുള്ള നല്ല നല്ല സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫുള്ള് ഗെയിംസും കാര്യങ്ങളും അങ്ങനെയാണ് കുട്ടികളൊക്കെ. ഫുഡ് കഴിക്കണമെങ്കിൽ പോലും കാർട്ടൂൺ ഇല്ലാണ്ട് ഫുഡ് കഴിക്കാത്ത ഒരു ജനറേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു, അല്ലെങ്കിൽ പിന്നെ അതിനോട് കണക്ട് ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് പറയുമല്ലോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കഥകൾ. അതൊക്കെ കേട്ടിട്ട് നമ്മളൊക്കെ ഭൂരിഭാഗം മനുഷ്യരും ആൾക്കാരും ആ ഒരു ജനറേഷനിൽ വളർന്നിട്ട് അടിച്ചാക്കാണ്ടിരിക്കുക. ഇനി വരുന്ന തലമുറകളെ നിങ്ങൾ സ്റ്റോറീസ് കേൾപ്പിച്ചെടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ചു കൊടുത്തോ, അവർക്ക് വായിപ്പിക്കാൻ ശ്രമിക്കുക. വായനാശീലം എല്ലാ മക്കളിലും വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പുറത്തിരുന്ന് അപ്പുറത്തേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. നേരെ മറിച്ചിട്ട് അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തീർത്താൻ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റിങ്. ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റോറി എന്നുള്ള ആ ഒരു ഇതിൽ മാത്രമേ ഞാൻ പറയാൻ നിന്നിട്ടുള്ളായിരുന്നു. പക്ഷെ എനിക്കത് തുടങ്ങിയപ്പോൾ എനിക്കത് ആ ഒരു ഇതങ്ങോട്ട് താങ്ങാൻ പറ്റാണ്ടായി. ആ ഒരു പെയിൻ എന്തായാലേ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു പിരിയുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇത്രയും സ്നേഹമുള്ള രണ്ടാളെ പടച്ച റബ്ബ് പിരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ശാശ്വതമല്ല, ദുനിയാവിൽ ഒന്നും ശാശ്വതമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം താൽക്കാലികമാണ്. അത് മനസ്സിലാക്കുക. നമ്മൾ കാരണം ആരും നമ്മൾ കാരണം ആരും പറയാണ്ടിരിക്കട്ടെ. നമ്മളെ പേര് പറഞ്ഞിട്ട് ആരും പടച്ചവനോട് ദുആ ചെയ്യാണ്ടിരിക്കട്ടെ. നമ്മളെ പേര് ഹെഡ്ലൈൻ കൊടുത്തിട്ട് പടച്ച റബ്ബിന് മുന്നിൽ കൈ പൊന്തിച്ചിട്ട് ആരും ദുആ ചെയ്യാണ്ടിരിക്കട്ടെ. അതിനുള്ള ഒരു അവസ്ഥ അറിഞ്ഞോണ്ടും അറിയാണ്ട് പോലും നമ്മൾ ഉണ്ടാക്കാണ്ടിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മനുഷ്യന്മാരാണ്, തെറ്റൊക്കെ പറ്റാം, സ്വാഭാവികമാണ്. എന്നിരുന്നാലും ഒരു തെറ്റൊക്കെ ഒരു തവണ സംഭവിക്കാം, പിന്നെ സംഭവിക്കുന്ന തെറ്റല്ലല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു പിശുക്കത്തരവില്ലാണ്ട് നമുക്കൊരു മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ടുള്ള ദുആ ആണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന സമയത്ത് വളരെ ആത്മാർത്ഥം വിശ്വസിക്കുന്നത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്നേഹമൊന്നുമല്ല,